എന്ന് ആ മയ്യത്ത് വിളിച്ചു പറയും. അതൊരു ആലങ്കാരിക പ്രയോഗമല്ല, അങ്ങനെ വിളിച്ചു പറയും എന്നുള്ളത്. ആ സാഹചര്യത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലങ്കാരികമായി പറഞ്ഞ് അവതരിപ്പിച്ചതാണോ? അല്ല. മുഴുവൻ വസ്തുക്കളും, കുല്ലു ഷൈഇൻ, എല്ലാ സൃഷ്ടികളും, അള്ളാഹു പടച്ച സർവ്വ സൃഷ്ടികളും മയ്യിത്ത് ഈ വിളിച്ചു പറയുന്നത് കേൾക്കും. ഇല്ലൽ ഇൻസാൻ, ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴിച്ച്. മനുഷ്യൻ മാത്രം കേൾക്കുകയില്ല. വലൂ സമിഅൽ ഇൻസാനു ലസഈഖ, മനുഷ്യനെങ്ങാനും ആ ശബ്ദം കേട്ടിരുന്നുവെങ്കിൽ ആ സമയത്ത് തന്നെ അവൻ ഹാർട്ട് പൊട്ടി മരിച്ചേനെ. മനുഷ്യന്മാരത് കേട്ടാൽ പിന്നെ അവിടെ ജീവിക്കാൻ കഴിയോ? നമ്മൾ ചുമന്നു കൊണ്ടുപോകുന്ന ഒരു മയ്യിത്ത് മുമ്പിൽ പോകുമ്പോ ആ മയ്യിത്തതാ വിളിച്ചു പറയുന്നു, എങ്ങോട്ടാ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ എന്ന്. അത് കേട്ടാ പിന്നെ ആ മയ്യിത്ത് കൊണ്ടുപോകാൻ കഴിയുമോ? ജീവിക്കാൻ കഴിയുമോ പിന്നെ ഇവിടെ? അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിന് തടസ്സം വരാതിരിക്കാൻ റബ്ബ് ചെയ്തൊരു അനുഗ്രഹമാണ്. നമ്മുടെ കാതിൽ നിന്ന് അത് മറച്ചു വെച്ചു, നമ്മുടെ കണ്ണിൽ നിന്ന് പലതും മറച്ചു വെച്ചിട്ടുണ്ട്, നമ്മുടെ കാതിൽ നിന്ന് പലതും മറച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാനും കേൾക്കാനും ഇപ്പോൾ സാധ്യമല്ല. അത് അള്ളാഹു ചെയ്തൊരു അനുഗ്രഹമാണ്. അപ്പോൾ സ്വർഗം കണ്ട് മരിച്ച മയ്യിത്താണെങ്കിൽ ആ മയ്യിത്തിനെ എത്രയും പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതല്ല, നരകം കണ്ട് മരിച്ചതാണെങ്കിൽ ആ മയ്യിത്തിന് വേണ്ടി ഇറക്കപ്പെടുന്ന ശാപങ്ങളും ശിക്ഷകളും ലഅനത്തും ആ വീട്ടുകാരും നാട്ടുകാരും ഏൽക്കേണ്ടതുമില്ലല്ലോ. രണ്ടായാലും പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി മറവ് ചെയ്യലല്ലേ നല്ലത്. അതുകൊണ്ട് മരിച്ചാൽ ഉടനെ തന്നെ ഖബറിന്റെ ഉള്ളിലേക്ക് എത്തിക്കണം. മയ്യിത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ഖബറിന്റെ ഉള്ളിലെത്തിക്കണം. ഖബറിലേക്ക് മയ്യിത്ത് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് ഖബറിലേക്ക് മയ്യിത്ത് ഇറക്കി വെക്കേണ്ടത്? മയ്യിത്ത് കൊണ്ടുവന്ന് ഒരു സൈഡിലല്ല വെക്കേണ്ടത്. കിഴക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ ആ നീളത്തിൽ ജനങ്ങൾ നിൽക്കുന്ന അവിടെ ആ സൈഡിലല്ല മയ്യിത്ത് വെക്കേണ്ടത്. മയ്യിത്ത് ഖബറിൽ വെച്ചാൽ ആ മയ്യത്തിന്റെ കാല് ഏത് ഭാഗത്ത് വരുമോ ആ ഭാഗത്താണ് കട്ടിൽ വെക്കേണ്ടത്, മയ്യത്ത് കട്ടിൽ കൊണ്ടുവന്ന് വെക്കേണ്ടത്. അതിൽ നിന്ന് മയ്യത്ത് ഇങ്ങോട്ട് എടുത്തിട്ട് ഖബറിലേക്ക് ഇറക്കി വെക്കുക വേണ്ടത്. ഒരു സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ നിന്ന് മയ്യത്തെടുത്തിട്ട് ഖബറിലേക്ക് വെക്കുകയല്ല മര്യാദ. ഖബറിലേക്ക് വെക്കേണ്ട രൂപം അങ്ങനെയാണ്. ഖബറിന്റെ ഉള്ളിലേക്ക് വെച്ചാൽ തന്നെ ഖബർ കുഴിച്ച് അതിന്റെ താഴ്ഭാഗത്ത് അതിന്റെ ഉള്ളിലേക്കൊരു കുഴി ഉണ്ടാക്കി മയ്യത്ത് അതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കണം. ശരിയായ രൂപം അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഖബറിന്റെ ഉള്ളിലേക്ക് താഴ്ഭാഗത്തൊരു കുഴി ഉണ്ടാക്കി അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റി വെക്കണമെന്നാണ്. ഈ ഖബർ എപ്പോഴും നമ്മുടെ ചിന്തയിൽ വേണം. വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, എപ്പോഴും നിന്റെ ശരീരത്തെ ഖബറാളികളുടെ കൂട്ടത്തിൽ എണ്ണണം. എന്തിനാണത്? ഖബറിനെ കുറിച്ച് ചിന്ത വന്നാൽ അതിന്റെ ഉപകാരം ദുനിയാവിന്റെ ആഡംബരങ്ങളോട് വിട പറയാൻ കഴിയും. മരിച്ചു പോവുകയില്ലെന്ന് ധരിച്ച പോലെ, ദുനിയാവ് ശാശ്വതമാണെന്ന് ധരിച്ചതുപോലെ ആഡംബരമേറിയ ജീവിതങ്ങളും നിസ്കാരം ഉപേക്ഷിക്കലും മദ്യപാനങ്ങളും ഹറാമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, സംസാരങ്ങൾ, ഗീബത്തുകൾ, കടബാധ്യത വെച്ചുകൊണ്ടുള്ള ജീവിതം, ഇതൊന്നും ഉണ്ടാകില്ല. കടം വീട്ടിക്കളയും. എന്തെങ്കിലും തെറ്റ് വന്നാൽ ഉടനെ തന്നെ തൗബ ചെയ്ത് കളയും. ഞാൻ ഖബറിലേക്ക് പോകാൻ ഏത് സമയത്തും എന്റെ വാഹനം സജ്ജമാണ്. നമുക്ക് വേണ്ടിയുള്ള വാഹനത്തിന് പെട്രോൾ ലഭിക്കാത്തത് കൊണ്ട്, ഡീസൽ കിട്ടാത്തത് കൊണ്ട് വാഹനം വരാതിരിക്കില്ല. ഡ്രൈവർമാരും പൈലറ്റുമാരും സമരം ചെയ്തിട്ട് പ്ലെയിനും വാഹനങ്ങളും ഓടാതിരിക്കില്ല. അതിന്റെ ഡ്രൈവറോ എഞ്ചിനോ ഒരു പ്രശ്നങ്ങളും വർക്ക്ഷോപ്പിൽ കയറ്റുകയോ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. എപ്പോഴും നമ്മുടെ വാഹനം റെഡിയാണ്. എനിക്ക് പോകാനുള്ള വാഹനം റെഡിയാണ്. എനിക്ക് കിടക്കാനുള്ള ഭവനത്തിന് സ്ഥലം തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴാണ് പോകേണ്ടി വരിക എന്ന് ചിന്തിക്കുമ്പോൾ ആ മനുഷ്യൻ ഒരു വഖത്ത് നിസ്കാരം ഖളാക്കുമ്പോ പേടിയാണ്. ഈ ഖളാ ആയ അവസരത്തിലാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എന്റെ ശിഷ്ടജീവിതം നാശമല്ലേ? ഞാൻ മദ്യപിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് എന്റെ മരണം സംഭവിക്കുന്നതെങ്കിൽ
ഖബറിലേക്ക് പോകേണ്ടി വരുന്നതെങ്കിൽ എന്റെ ശിഷ്ടജീവിതം നാശമല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് കടം വീട്ടാനും ആഡംബരങ്ങളോട് വിട പറയാനും ഇബാദത്തുകൾ കൂടുതൽ വർദ്ധിപ്പിക്കാനും കാരണമാകും നിന്റെ ശരീരത്തെ എപ്പോഴും ഖബറാളികളുടെ കൂട്ടത്തിൽ എണ്ണിയാൽ. ഖബറിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ചിന്ത ഹൃദയത്തിൽ വന്നാൽ ഇത്തരം വേണ്ടാത്തരങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച ഒരു പരിശുദ്ധ ജീവിതം നിനക്ക് ലഭിക്കും എന്നതാണ് ഏറ്റവും പ്രധാനമായ ഗുണമെന്ന് ബഹുമാനപ്പെട്ട ശരീഅത്തുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഖബറിനെ കുറിച്ച് പറയുമ്പോൾ, ഖബർ കാണുമ്പോൾ നമുക്ക് കിടക്കാനുള്ള ഭവനമാണല്ലോ ഇത് എന്ന് നാം ആലോചിക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും കരയാത്ത, ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞത് കേട്ടാൽ കരയാത്ത, ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും കരയാത്ത, ഒരപകടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കരയാത്ത, ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ തരണം ചെയ്യാൻ കഴിവുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോഴേക്ക് പൊട്ടിപ്പൊട്ടിക്കരയും. കരഞ്ഞിട്ട് തന്റെ താടിയിൽ കൂടി, നീണ്ടുകിടക്കുന്ന താടിരോമങ്ങളിൽ കൂടി കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് വുളു ഉണ്ടാക്കി വരുമ്പോൾ വുളുവിന്റെ വെള്ളം തുടച്ചു കളയരുത്. സുന്നത്ത് അങ്ങനെയാണ്. വുളു ഉണ്ടാക്കി വരുമ്പോ മുഖം തുടക്കരുത്, കയ്യും കാലും കയ്യിലുള്ള വെള്ളം തുടക്കരുത്, തോർത്തരുത്. അതങ്ങനെ തന്നെ നിർത്തലാ സുന്നത്ത്. അപ്പോൾ ആ താടിയിൽ എത്ര വെള്ളം കാണും എന്ന പോലെ മുഖത്തുകൂടി കണ്ണീർ കണങ്ങൾ ഒലിച്ച് താടിരോമം കുതിർന്ന് തന്റെ മാറിടത്തിലേക്ക്, നെഞ്ചിലേക്ക് കണ്ണീർ കണങ്ങൾ ഇറ്റുവീഴും. വെറുതെ ഒരു പറച്ചിലല്ല. ജീവിതത്തിൽ ഒരിക്കലും കരയാത്ത, മരിച്ചാൽ കരയാത്ത, മയ്യത്ത് കൈകാര്യം ചെയ്യാൻ മനക്കരുത്തുള്ള, അപകടങ്ങൾ തരണം ചെയ്യാനും ഒരാൾ ആക്സിഡന്റ് വിട്ടുകിടക്കുന്നത് കണ്ടാലും തരണം ചെയ്യാനും കൈകാര്യം ചെയ്യാനും കഴിവുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോഴേക്ക് പൊട്ടിപ്പൊട്ടിക്കരയും. ആളുകൾ ചോദിച്ചു, സഹാബത്ത് ചോദിച്ചു, എന്താ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങളെ നിങ്ങളെ ഖബർ കാണുമ്പോൾ കരയുന്നത്? നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇത്ര വിഷമിക്കുന്നത്? നരകം കണ്ട, നരകത്തെ പറ്റി പറഞ്ഞാൽ നിങ്ങൾ കരയാറില്ല, സ്വർഗത്തെ പറ്റി പറഞ്ഞാൽ കരയാറില്ല, അതുപോലെ നിങ്ങൾ മറ്റെന്തെങ്കിലും അപകടം കണ്ടാൽ കരയാറില്ല. എന്തിനാണ് ഖബർ എന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ കരയുന്നത്? ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻഹു വഇൻ ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻഹു. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നൽ ഖബറ, നിശ്ചയം ഖബർ, അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ഒരു മനുഷ്യന്റെ ആഖിറത്തിലേക്കുള്ള ആദ്യ കവാടമാണ് ഖബർ. പരലോക ജീവിതത്തിന്റെ തുടക്കമാണ് ഖബർ. ഒരു മനുഷ്യന്റെ ജീവിതം, ലോകത്തുള്ള സർവ്വ സൃഷ്ടികളുടെയും ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. മൊത്തത്തിൽ നിങ്ങൾ ചിന്തിച്ചാൽ തുടക്കവുമില്ല, ഒടുക്കവുമില്ല, അങ്ങനത്തെ ഒരു വസ്തുവുണ്ട്. തുടക്കമുണ്ട്, ഒടുക്കമില്ല, അതിന് അങ്ങനത്തെ ഒരു വസ്തുവുണ്ട്. തുടക്കവുമുണ്ട്, ഒടുക്കവുമുണ്ട്, അങ്ങനത്തെ വസ്തുക്കളുമുണ്ട്. അതേതാ? മൂന്നും. തുടക്കമില്ല, അവസാനവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന കാലം മുതൽ തുടങ്ങി ഇന്ന കാലം വരെ ഉണ്ടാകൂ എന്നില്ലല്ലോ. അള്ളാഹുവിനൊരു തുടക്കമില്ല, അള്ളാഹുവിന് അവസാനവുമില്ല. അപ്പൊ തുടക്കമില്ല, ഒടുക്കവുമില്ല. ഇനി തുടക്കമുണ്ട്, ഒടുക്കമില്ല. മരണത്തോടുകൂടി പരലോക ജീവിതം തുടങ്ങി. ഇനി അതിന് അവസാനമുണ്ടോ? ഇല്ല. അള്ളാഹു എത്ര കാലമുണ്ടോ അത്രയും കാലം, അള്ളാഹു എത്ര കാലം ഉണ്ടോ
അത്രയും കാലം പരലോകമുണ്ട്. സ്വർഗമാണോ സ്വർഗം, നരകമാണോ നരകം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പാരത്രിക ലോകത്തെ ജീവിതത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിലെ വയസ്സെത്രയാണ്, സ്വർഗം എത്ര കാലമാണ്, പരലോക ജീവിതം എത്ര കാലമാണ്? ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണ്, ഈ ലോകം മുഴുവനും, പ്രപഞ്ചം മുഴുവനും അല്ലാഹു തആല കടകമണികളെ കൊണ്ട് നിറച്ചു. ദുന്യാവ് മുഴുവനും കടകമണിയാണ്. നമ്മുടെ ഈ ഒരു പ്രദേശം മാത്രമല്ല, നമ്മുടെ വീടിന്റെ ഒരു റൂം മുഴുവനും കടകമണിയാണെങ്കിൽ എത്ര ഉണ്ടാകും? റൂമിലല്ല, നമ്മുടെ ജില്ലയല്ല, നമ്മുടെ സ്റ്റേറ്റ് അല്ല, ഇന്ത്യ രാജ്യമല്ല, ലോകം മുഴുവനും അല്ലാഹു തആല കടകമണി കൊണ്ട് നിറച്ചു. അങ്ങനെ എത്രമാത്രം കടകമണി ഉണ്ടാകും ലോകത്ത്? അല്ലാഹു ഒരു പക്ഷിയെ സൃഷ്ടിച്ചു. ആ പക്ഷിയോട് പറഞ്ഞു, പക്ഷി, ഈ കടകമണിയുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കടകമണി നീ കൊത്തിയെടുക്കണം. ആ പക്ഷി ആ കടകമണി കൊത്തിയെടുക്കുന്നു. രണ്ടാമത്തെ ഒരു കടകമണി 1000 കൊല്ലം കഴിഞ്ഞിട്ടേ കൊത്താൻ പാടുള്ളൂ. ഈ പക്ഷി പിന്നീട് അതിൽ നിന്നൊരു കടകമണി കൊത്തിയെടുക്കുന്നത് 1000 കൊല്ലം കഴിഞ്ഞിട്ടാണ്. മൂന്നാമത്തെ ഒരു കടകമണി കൊത്തണമെങ്കിൽ ഇനി 1000 കൊല്ലം കഴിഞ്ഞിട്ടേ അതിൽ നിന്ന് മൂന്നാമത്തെ കടകമണി കൊത്താവൂ. അങ്ങനെ ഓരോ കടകമണിയും 1000 കൊല്ലം കഴിയുമ്പോഴേ ഓരോ കടകമണി അതിൽ നിന്ന് കൊത്തിയെടുക്കാവൂ. ഈ പക്ഷി എത്ര കാലം വെച്ചാണ് ഈ കടകമണി മുഴുവനും കൊത്തിയെടുത്ത് നശിപ്പിച്ചു കളയുക? എത്ര കാലം വേണ്ടി വരും? ആ കടകമണി മുഴുവനും ആ പക്ഷി ഇതുപോലെ കൊത്തി 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 കളഞ്ഞ് നശിച്ചു പോയാലും പരലോക ജീവിതം അവസാനിക്കില്ല, അത് തുടരും. ഈ കടകമണി മുഴുവൻ കഴിഞ്ഞാലും അല്ലാഹു തആല നശിക്കോ? അല്ലാഹു തആലക്ക് നശിപ്പില്ലല്ലോ. അതുപോലെ ആ പരലോകം തുടക്കമുണ്ട്, ഒടുക്കമില്ല. തുടക്കവും ഒടുക്കവും മനുഷ്യന്മാർ തന്നെ. നമ്മളൊരു കാലത്ത് തുടങ്ങി, ഇനി നമ്മൾ നഷ്ടപ്പെടാൻ പോവാണ്, അസ്തമിക്കുക. ഇങ്ങനെ 3 തരത്തിൽ പ്രപഞ്ചത്തിലെ സൃഷ്ടികളെ നമുക്ക് കാണാം. അല്ലാഹു പ്രപഞ്ചത്തിലെ സൃഷ്ടിയല്ല, പക്ഷേ വിഷയം പറഞ്ഞപ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രം. അത് പ്രപഞ്ചം എന്ന അർത്ഥത്തിലോ സൃഷ്ടി എന്ന അർത്ഥത്തിലോ പറഞ്ഞതല്ല. അപ്പോൾ നമ്മുടെ ദുനിയാവിലെ ഈ പാരത്രിക ലോകത്തെ ജീവിതത്തിന്റെ തുടക്കം ഏതാണ്? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പാരത്രിക ലോകത്തെ ജീവിതത്തിന്റെ തുടക്കം ഖബറാൻ. ഫമൻ നജാ മിൻഹു വമാ ബഅദഹു ഐസറു മിൻഹു. ഈ ഖബറിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ അതിന്റെ ശേഷമുള്ളത് മുഴുവനും എളുപ്പമായി. ഫഇല്ലം തൻജു, ആ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഫമാ ബഅദഹു അശദ്ദു മിൻഹു. ശേഷമുള്ള ജീവിതം ഇതിനേക്കാൾ കടുപ്പമാണ്, കഠിനമാണ്, പ്രയാസമാണ്, ഒരിക്കലും സഹിക്കാൻ കഴിയാത്തതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ ബാക്കിയെല്ലാം എളുപ്പമായി. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ കാര്യം വളരെ ഗൗരവമാണ്. എന്താണ് ഖബറിന്റെ സ്ഥിതി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള വിവരണങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് മുഴുവനും നമുക്ക് പറയാൻ സമയമില്ല. ഖബറിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞതിൽ നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ ഭാഗം പറയാൻ നമുക്ക് ടൈമില്ല. അത്രയും വിശാലവും ഗൗരവമാണ് ആ കാര്യം. ഒരു മനുഷ്യനെ ഖബറിലേക്ക് വെച്ച് അയാളെ മണ്ണിട്ട് മൂടി ആളുകൾ തിരിഞ്ഞു പോരട്ടെ പോരാതിരിക്കട്ടെ, ആ ഖബറിൽ സംഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഖബറിൽ ഏത് മുഅ്മിനീങ്ങളും അനുഭവിക്കുന്ന ചില സംഗതികളുണ്ട്. അതിൽ മുഅ്മിൻ ഒഴിവല്ല, തെമ്മാടി ഒഴിവല്ല, കാഫിർ ഒഴിവല്ല. സ്വാലിഹായ മനുഷ്യനാവട്ടെ, തങ്ങളാവട്ടെ, മുസ്ലിയാരാവട്ടെ, ആര് തന്നെയായാലും ഖബറിന്റെ അടുക്കൽ ഒരിക്കലും രക്ഷപ്പെടാത്ത ചില പ്രത്യേക പണികൾ ആ ഖബറിന് ചെയ്യാനുണ്ട്. അതിൽ നിന്ന് ഒരു മനുഷ്യനും ഒഴിവല്ല. എന്താണത്? ഒന്നാമത്തത്, ഖബറിലേക്ക് ഒരു മനുഷ്യരെ വെച്ചാൽ ലഗ്തത്തുൽ ഖബർ, ഖബറിന്റെ 2 സൈഡിലുള്ള ചുമര് ആ മനുഷ്യനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്യും. രണ്ടും കൂടി കൂട്ടിയിട്ടൊന്ന് അരച്ചു പൊടിക്കും ആ ഖബർ. ഏത് മനുഷ്യരെയും
രണ്ട് ഭാഗത്തുള്ള ഭിത്തികൾ തമ്മിൽ കൂടിച്ചേർന്നുകൊണ്ട് ആ മനുഷ്യരെ ഒന്ന് അരച്ചു പൊടിക്കും. രണ്ട് ഭാഗത്തുള്ള വാരിയല്ലുകൾ സൈഡിലേക്ക് കോർക്കപ്പെട്ടുകൊണ്ട് ഈ രണ്ട് കൈകൾ കോർത്തിണങ്ങിയതുപോലെ രണ്ട് സൈഡിലുള്ള വാരിയല്ലുകൾ തമ്മിൽ കോർക്കപ്പെട്ടുകൊണ്ട് ആ രണ്ട് വാരിയല്ലുകൾ പൊടിപൊടിയാകുന്ന ശബ്ദം മനുഷ്യനല്ലാത്ത ലോകത്തിന്റെ ഏത് ഭാഗത്തിലുള്ള മനുഷ്യനും കേൾക്കത്തക്ക, സൃഷ്ടികൾക്കും കേൾക്കത്തക്ക വിധത്തിൽ അതിന്റെ ഉള്ളിൽ നിന്ന് ശബ്ദം വരും. ഇങ്ങനത്തെ ഒരു ഭയാനകമായ അവസ്ഥ ഖബറിലേക്ക് വെച്ചാൽ ഉണ്ട്. ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാരമകൾ ഖബറിലേക്ക് ഇറക്കി വെച്ചത് ആ തിരുക്കരങ്ങളെ കൊണ്ടാണ്, ആ ശറഫാക്കപ്പെട്ട കൈ കൊണ്ടാണ്. പുന്നാരമകളെ മുത്തുനബി തങ്ങളുടെ സ്വന്തം നുതുഫത്തിൽ നിന്ന്, ബീജത്തിൽ നിന്ന് ജനിച്ച പുന്നാരമകളെ അല്ലാഹുവിന്റെ റസൂൽ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോൾ മണ്ണിട്ട് കഴിയുന്നതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ടടങ്ങളിൽ കൂടി കണ്ണീരങ്ങ് ഒലിക്കാൻ തുടങ്ങി. തങ്ങളുടെ മുഖം ഭാവപകർച്ച വന്നു. വിഷമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബത്ത്, അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നു, എന്തിനാണ് നബിയെ തങ്ങൾ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ പൊന്നുമോള് സൈനബ് ഖബറിന്റെ രണ്ട് ചുമരുകൾ തമ്മിൽ കൂട്ടിഘടിപ്പിച്ചുകൊണ്ട് എന്റെ സൈനബാനെ പിടിച്ച് ഇടക്കിയപ്പോൾ, കൂട്ടി വരച്ചപ്പോൾ എന്റെ കുഞ്ഞുമോള് സൈനബയുടെ എല്ലുകൾ പൊടിപൊടിയാകുന്ന ശബ്ദം ഈ പ്രപഞ്ചത്തിലുള്ള ഭൂമിലോകത്തുള്ള സർവ്വ സൃഷ്ടികളും കേൾക്കാൻ മാത്രം ശബ്ദമുണ്ടായത് ഞാൻ കേട്ടുപോയി സ്വഹാബത്തെ. അതിന്റെ പേരിൽ സഹിക്കാനാകാതെ കരഞ്ഞുപോയതാണ്. എന്നിട്ട് റസൂലുള്ളാഹിനോട് സ്വഹാബത്ത് ചോദിച്ചു, ആ കൊച്ചു കുഞ്ഞിനെ ഖബറടക്കിയോ? ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു, ലൗ നജാ അഹദും മിൻ ലഗ്തത്തിൽ ഖബരി ലനജാ സഅദ് ഇബ്നു മുആദ്. ഖബറിന്റെ ഇടുക്കലിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടേണ്ടിയിരുന്നു. മദീനക്കാരായ സ്വഹാബത്തിന്റെ, അൻസാരികളായ സ്വഹാബത്തിന്റെ നേതാവാണ്. മുഹാജിറുകളായ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് എന്തുമാത്രം സ്ഥാനമുണ്ടോ അതുപോലെ അൻസാരികളായ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ എത്രയോ സ്ഥാനമുള്ള സിദ്ദീഖിനെ പോലെ സ്ഥാനമുള്ള ഒരു സഹാബിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ അർശ് എന്ന മഹാഗോളം, അതിന്റെ വലിപ്പവും വ്യാസവും എത്രയാണെന്ന് ഒരു മനുഷ്യനും നിജപ്പെടുത്താൻ സാധ്യമല്ല. അത്രമാത്രം ഭാരമുള്ള ഈ ആകാശഭൂമി ഒന്നായിട്ട് പിടിച്ചിടാൻ പറ്റിയ അതിഗംഭീരമായ അർശ് എന്ന മഹാഗോളം ഹമലത്തുൽ അർശ് എന്ന മലക്കുകൾ ചുമന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം പഠിച്ചതല്ലേ. ഈ അർശ് ഇളകാൻ പാടില്ല, ചലിക്കാൻ പാടില്ല, ഒന്നും സംഭവിക്കാതെ അള്ളാഹുവിന്റെ മലക്കുകൾ അത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അർശ് ജീവിതത്തിൽ ഒരിക്കൽ ഇളകിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് വിറച്ചിട്ടുണ്ടെങ്കിൽ, സഅദ് റളിയല്ലാഹു അൻഹു വഫാത്തായി എന്ന് കേട്ടപ്പോൾ മാത്രമാണ് പെട്ടെന്ന് അർശ് പോലും ഒന്ന് വിറച്ചു പോയത്. അതാണ് സഅദ് റളിയല്ലാഹു അൻഹു. നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് നടക്കാൻ സ്ഥലമില്ല. തങ്ങൾ കാലിന്റെ വിരല് കുത്തിയിട്ടാ നടക്കുന്നത്. സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാ നബിയെ ഇങ്ങനെ നടക്കുന്നത്? നടക്കാൻ സ്ഥലം വേണ്ടേ? മലക്കുകൾ ആ മയ്യത്തിനെ അനുഗമിച്ചിട്ട്, വാനലോകത്തിനിറങ്ങിയ ലക്ഷോപലക്ഷം മലക്കുകൾ ആ മയ്യത്തിനെ അനുഗമിച്ചുകൊണ്ട് ഭൂമിയിൽ കൂടി നടക്കുമ്പോൾ എവിടെ നോക്കിയാലും മലക്കുകൾ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് കാലിന്റെ പെരുവിരൽ കുത്തിയിട്ടായിരുന്നു നടന്നത് എന്നും അതിന് മാത്രം മലക്കുകൾ ഇറങ്ങി വന്നു എന്നും അവിടുത്തെ തിരുനാവിൽ നിന്ന് പുറത്തു വന്ന വാചകമാണ്. നിഷേധിക്കാൻ പാടില്ല, സംശയിക്കാൻ നമുക്ക് പാടില്ല. റസൂലുള്ളാഹിന്റെ നാവിൽ നിന്ന് പുറത്തു വന്ന വാക്കവല്ലേ അത്.
അതിനാരെങ്കിലും വിഷമത്തോടുകൂടി കാണാൻ പാടുണ്ട്, അതിനെ പരിഹസിക്കുന്നവരുണ്ട്. അതാ ഞാൻ അങ്ങനെ പറയാൻ കാരണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സഅദിനെ ഖബറിലേക്ക് വെച്ചതാരാ? അഷ്റഫുൽ ഖൽഖ് തങ്ങളെ കൈകൊണ്ടല്ലേ ഖബറിലേക്ക് വെച്ചു. മണ്ണിട്ട് മൂടിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് റസൂലുള്ളാഹിക്ക് മുഖഭാവം വ്യത്യാസം വന്നു, പകർച്ച വന്നു. തങ്ങൾക്ക് വിഷമം വന്നാൽ ഉണ്ടാകുന്ന അനുഭവം സഹാബത്തിന് അറിയാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ തസ്ബീഹ് ചൊല്ലിക്കോ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, ദിക്റുകൾ ചൊല്ലിക്കോ. എല്ലാവരും കൂടി ദിക്റും ഇസ്തിഗ്ഫാറും ചൊല്ലാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ സമാധാനമായി. എന്തേ? സഅദിനെ ഖബർ വെറുതെ വിട്ടില്ല, ഖബർ ഇടുക്കിക്കളഞ്ഞു. വിടുകയാണെങ്കിൽ സഅദിനെയാണ് വിടേണ്ടത്. ആ സഅദിനെ പോലും ഖബർ ഇടുക്കി കളഞ്ഞുവെങ്കിൽ ലൗ നജാ അഹദും മിൻ ലഗ്തത്തിൽ ഖബരി ലനജാ സഅദ് ഇബ്നു മുആദ്. ഖബറിന്റെ ഇടുക്കലിൽ നിന്നൊരു മനുഷ്യൻ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടേണ്ടിയിരുന്നു. ഇത് സർവ്വ മുഅ്മിനീങ്ങൾക്കും ഒരൊറ്റ സഹാബി അതിൽ നിന്നൊഴിവല്ല, ഒരൊറ്റ വലിയും അതിൽ നിന്നൊഴിവല്ല, ഒരൊറ്റ തങ്ങളും അതിൽ നിന്ന് ഒഴിവല്ല, ഒരു കുട്ടിയും അതിൽ നിന്ന് ഒഴിവല്ല. ഇത് അല്ലാഹു എല്ലാവർക്കും വെച്ച നിശ്ചയമാണ്. പക്ഷേ തെമ്മാടികൾക്കും സ്വാലിഹീങ്ങൾക്കും എന്താ വ്യത്യാസം? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരും സ്വാലിഹീങ്ങളുമായ ആളുകൾക്ക് ഒരു പിടുത്തവും വിടലുമാണ്. മതി, അത് തന്നെ ഗൗരവമാണ്, സഹിക്കാവുന്നതല്ല. അതേ സമയത്ത് തെമ്മാടികൾക്ക് ഇത് ഖിയാമത്ത് നാൾ വരെ തുടർന്നുകൊണ്ടിരിക്കും. ഇതാണ് രണ്ടും വ്യത്യാസം. ഇമാം സുയൂത്തി തന്റെ ശറഹ് സുദൂറിൽ വിവരിക്കുന്നു. വിവിധ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മെ അതിനെ തൊട്ടെല്ലാം സലാമത്ത് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ മലക്കുകൾ ഇരിക്കുന്ന സദസ്സാണ്. ഇൽമിന്റെ മജ്ലിസ്, റഹ്മത്തിന്റെ മലക്കുകൾ പൊതിയപ്പെട്ട സദസ്സാണ്. മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ഒരു ആമീൻ പറയുമ്പോ ഈ മഹത്തായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുആ റബ്ബ് ഖബൂൽ ചെയ്തുകൊണ്ട് ആ പ്രയാസങ്ങളിൽ നിന്ന് ഒരു സലാമത്ത് കിട്ടിയെങ്കിൽ എന്ന പ്രതീക്ഷയോടുകൂടി റഹ്മാനായ റബ്ബേ, ആ ഖബറിന്റെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്താക്കി തരണമേ എന്ന് ആത്മാർത്ഥമായി ആമീൻ പറയണം. ഏതെങ്കിലും ഒരു സദസ്സിൽ വെച്ചുള്ള ദുആ കൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ട് കിട്ടിയെങ്കിൽ ഇതെല്ലാവരും അനുഭവിക്കാനുള്ളതാണ്. രണ്ടാമത്, ഖബറിലുള്ള മറ്റൊരവസ്ഥ എന്താണ്? മുൻകർ നക്കീറൊന്നും വരാനായിട്ടില്ല. അതിനു മുമ്പ് അനുഭവിക്കേണ്ടുന്ന ഒരുപാട് വിഷമങ്ങളുണ്ട്. ഖബറിന്റെ ദുരിതങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ എത്രയോ ദിവസങ്ങൾ വെച്ച് പറയാനുണ്ട്. അഹ്വാലുൽ ഖുബൂർ, എത്രയെത്ര ഗ്രന്ഥങ്ങളാണ് ആ വിഷയത്തിൽ വിരചിതമായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യന്റെ റൂഹനെ പിടിക്കുന്ന സമയത്ത് 500 മലക്കുകൾ കൂടിയിട്ടാ പിടിക്കുന്നത്. 250 മലക്കുകൾ ഒരു സൈഡിൽ നിൽക്കും, 250 മലക്കുകൾ മറ്റേ സൈഡിൽ നിൽക്കും. കാലിന്റെ തള്ളവിരൽ മുതൽ കാൽമുട്ട് വരെ പിടിച്ചുകൊണ്ടുവന്നിട്ട് 50 മലക്കുകൾ അങ്ങ് മാറി നിൽക്കും. അപ്പോൾ മറ്റേ സൈഡിലുള്ള 50 മലക്കുകൾ കാലിന്റെ തള്ളവിരൽ മുതൽ പിടിച്ച് മുട്ടുവരെ പിടിച്ച് അവരങ്ങ് മാറി നിൽക്കും. അങ്ങനെ ഘട്ടം ഘട്ടമായി പിടിച്ച് തൊണ്ടക്കുഴി വരെ എത്തും. വേദന സഹിക്കവയ്യാത്ത വേദന, വിവരിക്കാൻ കഴിയാത്ത വേദന. ഇമാം ഗസാലി തങ്ങൾ പറയുകയാണ്, ഇഹ്യാ ഉലൂമുദ്ദീനിൽ കാണാം, മരണത്തിന്റെ വേദന അളക്കാനും തൂക്കാനും കഴിയുന്നതാണെങ്കിൽ അതിൽ നിന്ന് ഒരു കടകമണിയുടെ അത്ര കിട്ടിയാൽ ദുനിയാവിൽ അല്ലാഹു സൃഷ്ടിച്ച ഏറ്റവും വലിയ ഒരു പർവ്വതത്തിന് മുകളിൽ കൊണ്ടുപോയി വെച്ചാൽ ആ പർവ്വതം സെക്കൻഡ് കൊണ്ട് ഉരുങ്ങി അതങ്ങ് വെക്കലോടുകൂടി ഉരുകി ഒലിച്ച് ഭൂമിക്ക് മുകളിൽ അങ്ങനെ ഒരു പർവ്വതമില്ലാതെയായി ഒലിച്ചു പോകുമായിരുന്നു. മരണത്തിന്റെ വേദനയിൽ നിന്ന് ഒരു അണു അളവ് കിട്ടിയാൽ ആ വേദന കാലിന്റെ തള്ളവിരൽ മുതൽ പിടിച്ച് മനുഷ്യന്റെ തൊണ്ടക്കുഴി വരെ കൊണ്ടുവന്ന് അപ്പോഴേക്ക് ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന എത്രമാത്രം ഗൗരവമായിരിക്കും. എന്നാൽ ഇത് ഒരു പ്രാവശ്യമല്ല, തൊണ്ടക്കുഴി വരെ എത്തിയിട്ട് അത് തിരിച്ച് താഴോട്ട് തന്നെ ഇടും. രണ്ടാമത് പിന്നെയും പിടിക്കും, പിന്നെ തൊണ്ടക്കുഴി വരെ കൊണ്ടുവന്ന് വീണ്ടും താഴോട്ടിടും.
അള്ളാഹുവിന്റെ റസൂല് പറയുന്നു 90 തവണ 90 പ്രാവശ്യം ഏത് മനുഷ്യന്റെ റൂഹും കാലിന്റെ തള്ളവിരലിൽ നിന്ന് പിടിച്ചു വലിച്ച് തൊണ്ടക്കുഴി വരെ എത്തിയിട്ട് അത് താഴോട്ട് തന്നെ വലിച്ചിട്ടുകൊണ്ട് പിന്നെയും പിടിച്ചു വലിക്കും, പിന്നെയും പിടിച്ചു വലിക്കും. ഇതൊക്കെ ഞാനും നിങ്ങളും അനുഭവിക്കാൻ പോകുന്നതാണ്. അർഹമുർറാഹിമായ റബ്ബ് അതൊക്കെ നിസ്സാരമാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണം റഹ്മാനേ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ബലഹീനനായ മനുഷ്യൻ, അള്ളാഹുവിന്റെ ശത്രുവായ, അള്ളാഹുവിന്റെ അഅദാആയ പരിശുദ്ധ ദീനിന്റെ ശത്രുക്കൾക്ക് പോലും ഇത്ര വലിയ കണ്ടുപിടുത്തങ്ങൾ, ദിവസങ്ങളും മണിക്കൂറുകളും മാസങ്ങൾ ആഴ്ചകൾ വെച്ച് ചെയ്യേണ്ട പണികൾ സെക്കൻഡ് കൊണ്ട് ചെയ്തു തീർക്കുന്ന എത്രയെത്ര സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. ഈ വന്നിരിക്കുന്ന സൗകര്യങ്ങളുടെ മുമ്പിൽ പഴയകാലത്ത് ഈ സദസ്സിലിരിക്കുന്ന കാരണവന്മാരുടെ കുഞ്ഞുകാലങ്ങളിൽ മാസങ്ങളോളം വെച്ച് ചെയ്തിരുന്ന പണി സെക്കൻഡുകളെ കൊണ്ട് പൂർത്തിയാക്കുന്നു ഇന്ന് അവരുടെ പേരമക്കള് വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ വെച്ചിട്ട്. ഒരു ദിവസം കൊണ്ട് ചെയ്തിരുന്ന പണി 1 മണിക്കൂർ കൊണ്ട് ചെയ്തു പൂർത്തിയാക്കി വീണ്ടും 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 ആവർത്തിച്ച് ചെയ്യാൻ ഇന്ന് സംവിധാനങ്ങളില്ലേ? ആ ലോകത്ത് ഇതൊക്കെ നമുക്ക് സംശയിക്കേണ്ടതുണ്ടോ? രണ്ടാമത്, ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിച്ചിട്ട് വേണോ ഒരു മുഅ്മിനായ മനുഷ്യന് വിശ്വസിക്കാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നാൽ മാത്രം പോരെ? ഖബറിന്റെ ജീവിതത്തെക്കുറിച്ച് ആരെങ്കിലും പോയി തിരിച്ചു വന്നതാണോ? ബഹുമാനപ്പെട്ട നബി തങ്ങളോട് അല്ലാഹു തആല വഹി അറിയിച്ചു കൊടുത്തുകൊണ്ട് സൃഷ്ടിച്ച് അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബ് അവന്റെ ഹബീബായ നബിയെ കൊണ്ട് പറയിപ്പിച്ചു.